മക്കളെ, ഇന്നമ്മ ഒരു വ്യത്യസ്തമായ ഒരു കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം കശുവണ്ടി തീയൽ, ഉള്ളിത്തീയലും അതുപോലെ തന്നെ ഉള്ളിത്തീയലിനകത്ത് കശുവണ്ടി ഇട്ട് വെക്കുന്ന ഒരു തീയലാണ് ഇന്നമ്മ പാചകം ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് പച്ച കശുവണ്ടി, പൂളി, അതിൻ്റെ പരിപ്പെടുക്കുക എന്നാണ്. പഴയ കാലങ്ങളിൽ നല്ല പച്ച പറങ്ങാണ്ടി കൊണ്ടുവന്ന് ചെത്തി അതിനകത്തുനിന്ന് എടുക്കുമായിരുന്നു. ഇപ്പോൾ പച്ച പറങ്ങാണ്ടി കിട്ടാനില്ല. അതിനാൽ അമ്മ ഇപ്പോൾ വീണ പറങ്ങാണ്ടി എടുത്തുകൊണ്ട് വന്നത്. ഇനി നമുക്കിത് പൂളി എടുക്കണം. പൂളി എടുക്കുമ്പോൾ കറ കാണും, സൂക്ഷിച്ച് വേണം നിങ്ങളൊക്കെ എടുക്കാൻ. കണ്ടേ, ഇതധികം വിളഞ്ഞതല്ല, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വത്തിയെടുക്കാം. അതിന് ശേഷം അതിനെ ഞുള്ളി കുത്തി ഇതിനെ നമുക്ക് പൂളിയെടുത്ത് വളരെ ശ്രദ്ധിച്ചെടുക്കണം, അല്ലേ പൊടിഞ്ഞു പോവും. ചെറിയ മുനയുള്ള പിച്ചാത്തി കൊണ്ട് ഇതിനെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ എടുക്കുന്ന പറങ്ങാണ്ടി ആയതിനാൽ നല്ല രുചിയായിരിക്കും തീയലിന്. നമുക്ക് ഇച്ചിരി മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. ഉള്ളിത്തീയൽ തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: ഉള്ളി, അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇച്ചിരി പെരുംജീരകം, കടുക്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. അവസാനമായി വറ്റൽമുളക് 4 എടുത്തിട്ടുണ്ട്. ആദ്യമായി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചൂടുവെള്ളം 2 കപ്പ് ഒഴിക്കാം. ഈ ചൂടുവെള്ളത്തിനകത്ത് 10-15 മിനിറ്റ് നേരം ഇരുന്നാൽ മാത്രമേ പുളി നല്ലോണം ഊറിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമുക്കത് പിഴിഞ്ഞ് എടുക്കാം. ആദ്യമായി നമുക്ക് ഉള്ളി പൊളിച്ച് അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയ്ക്കകത്ത് 2 കരിയാപ്പിലയും സ്വല്പം പെരുംജീരകം, ചെറിയ ജീരകമല്ല, വലിയ ജീരകം. ചിലർ ചെറിയ ജീരകം ഇട്ടും ചേർക്കും. ചീനിച്ചട്ടി ചൂടായി, അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ട് വറക്കാം. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമ്മിക്കഴിഞ്ഞ് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്നടിച്ച്, കാരണം എല്ലാം ഒരേ രീതിയിൽ മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് വെച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരുപോലെ വറുത്തെടുക്കാം. വെള്ളം ആദ്യമേ ചെറുതായിട്ടൊന്ന് വെള്ളം തരട്ടെ. എന്നിട്ട് കരിയാപ്പില ഇട്ട് പെരുംജീരകവും ഇടാം. ചെറിയ തീയിൽ വേണം തേങ്ങ വറുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. എപ്പോഴും ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അതിനകത്ത് സ്വല്പം പെരുംജീരകം ഇട്ട് അതിനുശേഷം സ്വല്പം കരിയാപ്പില ഇട്ട് വേണം വറക്കാൻ. എന്നിട്ടത് വറുത്തെടുക്കാം.
തേങ്ങ വേഗം മൂത്ത് കിട്ടാൻ സ്വല്പം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നു. ഒരു സ്പൂണും ഒഴിക്കാം. ഒഴിച്ചാൽ വേഗം മൂത്ത് കിട്ടും. ഇതിനകത്ത് നമ്മൾ വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് പകുതി മൂപ്പായി. നല്ലവണ്ണം മൂക്കട്ടെ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നുണ്ടെങ്കിൽ ചിലത് കരിയും, ചിലത് മൂക്കും, ചിലത് മൂക്കാതെ കിടക്കും. ഈ തേങ്ങ വറക്കുന്നതാണ് ഇതിനകത്ത് മെയിൻ. ഏതായാലും തേങ്ങ നമുക്ക് മൂത്ത് പരുവത്തിനായി വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ചിട്ട് ഇനിയിപ്പം മൂപ്പിക്കാം. സ്വല്പം കൂടെ മൂക്കണം. മൂത്തിട്ട് ഇറക്കി വെച്ച് മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായി. ഇനിയിപ്പം നമുക്ക് മൂപ്പിച്ച് ഇറക്കാം. ഇനി നമുക്ക് ഇറക്കി വെക്കാം. നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. നല്ലവണ്ണം മൂത്തില്ലെങ്കിൽ വെളുത്തിരിക്കും. അതുകൊണ്ടാണ് നല്ലവണ്ണം മൂക്കാൻ വേണ്ടി ചൂടാക്കിയത്. ഇനി നമുക്കിതിനകത്ത് 1.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഇടാം. ഈ ചൂടിനകത്ത് ഇത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാതാണ്ട് നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിന് ശേഷം ഉള്ളി അരിഞ്ഞെടുക്കാം. തേങ്ങ വറുത്തത് നല്ല പരുവമായി. നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അത് അരയ്ക്കുന്നതിന് ആദ്യം നമ്മളൊന്ന് പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞ് അതിനെ ഒന്നുകൂടെ ഇളക്കിയിട്ട് അരയ്ക്കണം. ഒരു തുള്ളി വെള്ളം പോലും തൊടരുത്. വെള്ളം തൊട്ട് അരച്ചാൽ ഇത് വെളുത്തിരിക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളം തൊടാതെ ഇതിൻ്റെ എണ്ണയിൽ തന്നെ അരച്ചെടുക്കണം. രണ്ടാമത് ഒന്ന് ഇളക്കിയിട്ട് മൂന്നാമതൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കിന് എണ്ണ ഇറങ്ങി നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. ആദ്യമേ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. എണ്ണ ഇറങ്ങി വരുന്നിടം വരെ. രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ ഈ എണ്ണയിൽ തന്നെ നമ്മൾ അരച്ചെടുത്ത് കണ്ട് വെള്ളം ചേരാതെ നമ്മൾ അരച്ചെടുത്ത അരപ്പാണിത്. ഇനി നമുക്ക് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ മൂത്ത് അതിനകത്ത് നമുക്ക് കുറച്ച് കടുകിടാം. മൂന്ന് വറ്റൽമുളകിടാം. കറിവേപ്പില, പച്ചമുളക്, അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി,
സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഉള്ളി ഒന്ന് വാടി വന്നതിനാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പറങ്ങാണ്ടി അതിനകത്ത് ചേർക്കാം. ഇതും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്ത് 2 സ്പൂൺ ഉപ്പിടാം. ഇനി നമുക്കതിനകത്ത് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിക്കാം. 2 കപ്പ് വെള്ളത്തിൽ ഈ പുളിയുടെ ചുവ മാറിക്കഴിഞ്ഞിട്ട് നല്ലോണം തിളച്ച് പുളിച്ചവ മാറട്ടെ. പുളിവെള്ളത്തിൻ്റെ ചുവ മാറിയിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം തിളച്ച് പുളിച്ചവ മാറി. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരച്ച് വെച്ചേക്കുന്ന ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. എന്നിട്ട് അരപ്പ് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇത് തിളച്ച് പറ്റാൻ പോകുന്നു. അപ്പം നമുക്ക് ഈ പദം മാറിയാൽ ഉടനെ തന്നെ ഇറക്കി വെക്കാം. ഇലയിൽ വിളമ്പേണ്ടവർക്ക് സ്വല്പം കൂടെ കുറുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിന് ഈ പരുവാണ് നല്ലത്. എനിക്കാണെങ്കിൽ തീയൽ ഏറ്റവും ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്നത് ഇത്. അന്ന് മുതൽ ഞാനും ഇടയ്ക്കൊക്കെ വെക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. നല്ല രുചിയാണെന്ന് പറയും നിങ്ങൾ. ചോറുണ്ണാൻ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈ ഉള്ളിത്തീയൽ തയ്യാറായിരിക്കുന്നു. ഇനി നമുക്കത് പകർന്ന് വെക്കാം. ഒരു പാത്രത്തിലോട്ട് പകർന്ന് വെക്കാം. ചൂടാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് പതുക്കെ പകർന്ന് വെക്കാം. പകർന്ന് വെച്ചിട്ട് തണുക്കുമ്പം കഴിക്കാം. ചൂടോടെയും കഴിക്കാം. മക്കളെ, നമ്മുടെ ഉള്ളിയും പറങ്ങാണ്ടിയും ഇട്ട് വെച്ച തീയൽ തയ്യാറായി. നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷു ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എണ്ണ മേളിൽ തെളിയുന്നിടം വരെ നമ്മൾ കറി തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. എല്ലാവരും കഴിച്ച് നോക്കിയാൽ എനിക്ക് കമൻറ്റ്സ് ഇടണം.